നമസ്കാരം, എല്ലാവരും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറില്ലേ, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ എന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം തടസ്സങ്ങൾ വരുന്നത് എന്നു ചോദ്യം ബുദ്ധിയിലുണ്ടാകാറുണ്ട്. കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടാത്ത അവസ്ഥ നമ്മളെ നിരാശയിലേക്ക് നയിക്കുന്നു. കുടുംബത്തിൽ അനാവശ്യമായ കലഹങ്ങൾ മനസ്സ് തകർക്കുകയും മുന്നോട്ടു പോകരുതെന്ന് തോന്നിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ തകർക്കാൻ നോക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ യാതനകളുടെ കാരണമായിരിക്കാം. ഇതിനെയാണ് നമ്മൾ ശത്രുദോഷം എന്ന് വിളിക്കുന്നത്. ഇത് കേവലം ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയിലൂടെ പുറപ്പെടുന്ന നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ വളർച്ചയെ തടയുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിൽ നിന്നും എങ്ങനെ മോചനം നേടാം എന്നതിനെക്കുറിച്ചാണ്. ഓരോ ജാതകവും ഓരോ കഥയാണ്. ചിലർക്കു എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ല, ചിലർക്ക് എത്ര പരിശ്രമിച്ചിട്ടും തടസ്സങ്ങളും മാത്രം നേരിടേണ്ടിവരുന്നു. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടുണ്ടാകില്ല, എങ്കിലും നമുക്ക് ചുറ്റും ഒരുപാട് അദൃശ്യമായ തടസ്സങ്ങൾ അനുഭവപ്പെടാം. ഇതിനെയാണ് നമ്മൾ ശത്രുദോഷം എന്നോ നെഗറ്റീവ് എനർജി എന്നോ ഒക്കെ പറയുന്നത്. ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളെ അടിക്കാൻ വരുന്ന ആൾ മാത്രമല്ല, നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരും നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നവരും ഒക്കെ അതിൽപ്പെടും. ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിലെ 6-ാം ഭാവമാണ് ശത്രുക്കളെയും രോഗങ്ങളെയും സൂചിപ്പിക്കുന്നത്. ഈ ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോഴോ ദശാനുബന്ധമായ ദോഷങ്ങൾ വരുമ്പോഴോ ആണ് നമുക്ക് ഇത്തരം ദ്രോഹങ്ങൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ശനി, ചൊവ്വ ഗ്രഹങ്ങളുടെ നില മോശമാകുമ്പോൾ നമുക്ക് ചുറ്റും അദൃശ്യരായ ശത്രുക്കൾ വർദ്ധിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് പ്രധാനം. ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ ഒരു എനർജിയായി നമ്മളെ ബാധിക്കാം. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കും, ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സം വരുത്തും. ഇതിന് ഭദ്രകാളി ഉപാസനയാണ് ഏറ്റവും ഉത്തമം. ഭദ്രകാളി എന്നാൽ ഭദ്രം, മംഗളം നൽകുന്നവൾ എന്നാണ് അർത്ഥം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കർമ്മം വളരെ ലളിതമാണ്, എന്നാൽ ഇതിന്റെ ഫലം അത്ഭുതകരമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു ശനിയാഴ്ച ദിവസം വേണം ഇത് തിരഞ്ഞെടുക്കാൻ. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ ഇത് ചെയ്യണം. നല്ലൊരു ചെറിയ നാളികേരം, തേങ്ങ എടുക്കുക. ഇതിൽ കേടുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശാന്തമായി ഒരിടത്ത് ഇരിക്കുക. ആ നാളികേരം നിങ്ങളുടെ 2 കൈവെള്ളയിലുമായി ചേർത്ത് പിടിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളെ ദ്രോഹിക്കുന്ന ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കാണുക. ആ വ്യക്തിയോട് ദേഷ്യമല്ല, മറിച്ച് ആ വ്യക്തിയുടെ ദുഷ്ടചിന്തകൾ നിങ്ങളെ ബാധിക്കരുത് എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. ഓം ഭദ്രകാളിയേ നമഃ. ഈ മന്ത്രം 21 തവണ ജപിക്കുക. ഭക്തിയോടെ വേണം ഇത് ചെയ്യാൻ. ഈ നാളികേരം ഒരു നാൽക്കവലയിൽ കൊണ്ടുപോയി വയ്ക്കുക. അവിടെ വച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ നേരെ വീട്ടിലേക്ക് വരിക. തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നത് നിങ്ങൾ ഉപേക്ഷിച്ച ആ നെഗറ്റീവ് എനർജിയുമായി ഇനി നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഉറപ്പിക്കാനാണ്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത് കവലയിൽ വെക്കുന്നത് എന്ന്. തന്ത്രശാസ്ത്രപ്രകാരം കവലകൾ എന്നത് എനർജി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇടങ്ങളാണ്. നിങ്ങളുടെ ശത്രുദോഷത്തെ ആ നാളികേരത്തിലേക്ക് ആവാഹിച്ച് അവിടെ ഉപേക്ഷിക്കുമ്പോൾ ആ നെഗറ്റീവിറ്റി നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറുന്നു. തിരിഞ്ഞു നോക്കാതെ മടങ്ങണം എന്ന് പറയുന്നത് ആ നെഗറ്റീവ് എനർജിയുമായുള്ള നിങ്ങളുടെ ബന്ധം പൂർണ്ണമായും വേർപെടുത്തി എന്ന് ഉറപ്പിക്കാനാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. ശത്രുക്കളുടെ ശക്തി കുറയുക മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാകും. തടസ്സങ്ങൾ ഒന്നൊന്നായി നീങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും. ഇത് സത്യമാണ്, അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് കുതിക്കാനുള്ളതാണ്. ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഇത് പങ്കുവയ്ക്കുക. എല്ലാവർക്കും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കട്ടെ. ശുഭമായിരിക്കട്ടെ.